ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ സാൻ ബോയ്സ് ജംഗ്ഷൻ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അൺബോക്സിംഗ് എന്ന് പറയുന്നത് റിയൽമി ബഡ്സ് വയർലെസ് 5ൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് അൺബോക്സിംഗ് കണ്ടിട്ട് വരാം. ഗൈസ്, റിയൽമിയുടെ ഈ ഒരു ഹെഡ്സെറ്റ് എൻ്റെ ഒരു ഫേവററ്റ് ഹെഡ്സെറ്റായിട്ട് മാറുകയാണ്. കാരണം ഇതിൻ്റെ ANC ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ANC ആണ് വരുന്നത്. ഒറ്റ സ്വിച്ച് തന്നെ നമുക്ക് ANC ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 50 dBയുടെ ANC ആണ് ഇതിൽ വരുന്നത്. ഒറ്റ സ്വിച്ച് അമർത്തിക്കാൻ തന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീണ്ടും എഗെയിൻ അമർത്തി കഴിഞ്ഞാൽ വീണ്ടും ANCയിലോട്ട് പോകുന്നതാണ്. ക്വാളിറ്റി, ഇതിൻ്റെ ANCയുടെ ക്വാളിറ്റി നമുക്ക് വിത്ത് ANCയും വിത്തൗട്ട് ANCയും നമുക്ക് ഇതിൻ്റെ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് റിയൽമിയുടെ ബഡ്സ് വയർലെസ് 5ലൂടെയാണ്. ഇതിൽ മാഗ്നറ്റിക് ടച്ച് ഓഫ്, ടച്ച് അല്ലാത്ത സമയത്ത് ഓൺ, ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഈ ഒരു വയർലെസ് 5 ഹെഡ്സെറ്റ് ഞാൻ എൻ്റെ റിയൽമിയുടെ തന്നെ P1 എന്നുള്ള ഒരു ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി, ഇത് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഫോണിൽ നിന്ന് കോള് വേറൊരു ഫോണിലേക്ക് വിളിച്ചിട്ട് അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൈക്ക് ക്വാളിറ്റി, അപ്പോൾ നമ്മുടെ കോളിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇപ്പോൾ ANC ഓഫാണ്. ഞാൻ ANC ഓൺ ആക്കാം. നമ്മുടെ ഈ ഒരു സ്വിച്ച്, ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു സ്വിച്ച് അമർത്തുമ്പോഴാണ് ANC ഓൺ ആവുന്നത്. അല്ലാത്ത സമയത്ത് ട്രാൻസ്പെറൻസി മോഡിലാണ് കിടക്കുന്നത്. ANCയിലോട്ട് മാറ്റാനായിട്ട് ഈ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി. ടോട്ടലി എനിക്ക് നോർമലി കേട്ടോണ്ടിരുന്ന എല്ലാ സൗണ്ടും മാറ്റിയിട്ട് ANC മോഡിലാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം കോള് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നോർമലുള്ള എല്ലാ എൻവയോൺമെൻറ്റൽ നോയ്സും മാറിയിട്ടാണ് ഇപ്പം എൻ്റെ വോയിസ് മാത്രമാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ നോയ്സ് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വോയിസിൻ്റെ ക്വാളിറ്റി കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ANC മോഡിലൂടെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഈ ANC ഓഫാക്കിയിട്ടുള്ള സൗണ്ട് എങ്ങനെയാണെന്നുള്ള കേട്ട് നോക്കാം. ഇത് ട്രാൻസ്പെറൻറ്റ് മോഡിലാണ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയും ANCയുടെ ഉള്ള ക്വാളിറ്റിയുടെ മൈക്ക് ക്വാളിറ്റിയും നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി ANC ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ANC മോഡിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഏകദേശം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ തന്നെ അറിയിക്കേണ്ടതാണ്. ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്: ഡോൺ സിൽവർ, ട്വൈലൈറ്റ് ബ്ലൂ ആൻഡ് മിഡ് നൈറ്റ് ബ്ലാക്ക്. 13.6 mm ഡൈനാമിക് ഡ്രൈവറാണ് ഇതിനകത്തുള്ളത്. IP55ൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട്. കമ്പനി പറയുന്നത് 30 hours പ്ലേ ബാക്കാണ് കിട്ടുന്നത്. ഫുൾ ചാർജിൽ 30 hours പ്ലേ ബാക്ക് കിട്ടുന്നത്. പക്ഷേ അതങ്ങനെയല്ല. നമുക്ക് ഫുൾ ചാർജിൽ ANC ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 20 hours വരെ പ്ലേ ബാക്ക് കിട്ടുള്ളൂ. ANC അല്ലാത്തപ്പോഴാണ് നമുക്ക് 38 hours പ്ലേ ബാക്ക് കിട്ടുന്നത്, ANC അല്ലാത്തപ്പോൾ. പക്ഷെ നമുക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് ANC വെച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ 16 hours വരെ നമുക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നുള്ളൂ. പക്ഷേ ANC അല്ലാതെയാണ് കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 hours വരെയാണ് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. 45 ms ലോ ലേറ്റൻസിയാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്തുള്ളത്. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്ക് ഇത് ഉപയോഗമുള്ള സാധനം തന്നെയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ബേസ് ക്വാളിറ്റി വരുന്നുണ്ട്. ANC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 50 dBയുടെ ANC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പേഷ്യൽ 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ ഓഡിയോ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.